ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവമക്കളെയും ഭഗവാൻ അർപ്പിക്കുന്ന എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസുഖങ്ങളുള്ള മക്കൾക്കുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. കണ്ണ കരോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണ മുകിൽ വർണ്ണനി. കണ്ണ കരോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണ മുകിൽ വർണ്ണനി. ഭക്തർക്കഭയമല്ലോ കണ്ണാ മുക്തിക്കും ഉടയവനേ. ഭക്തർക്കഭയമല്ലോ കണ്ണാ മുക്തിക്കും ഉടയവനേ. കണ്ണാ കരോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണ മുകിൽ വർണ്ണനി. ഈരേഴു ലോകവും നിന്നിലടങ്ങും സർവജീവനും നീ തന്നെയല്ലോ. ഈരേഴു ലോകവും നിന്നിലടങ്ങും സർവജീവനും നീ തന്നെയല്ലോ. കണ്ണാ കരോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണ മുകിൽ വർണ്ണനി. സർവഭക്തരും വാഴ്ത്തി സ്തുതിക്കും നിഷ്കള പരബ്രഹ്മ വസ്തുവും നീയെ. സർവഭക്തരും വാഴ്ത്തി സ്തുതിക്കും നിഷ്കള പരബ്രഹ്മ വസ്തുവും നീയെ. കണ്ണാ കരോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണ മുകിൽ വർണ്ണനി. കണ്ണാ കരോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണ മുകിൽ വർണ്ണനി. നമുക്ക് അർക്കേന്ദു ഗതിഭേദമാണ്. അർക്ക സൂര്യൻ, ഇന്ദു ചന്ദ്രൻ, അതായത് ഗ്രഹങ്ങളുടെയൊക്കെ കാര്യങ്ങളാണ്. സ്വർഗഭൂമികളുടെ അന്തരം അന്തരീക്ഷം അർക്കചാരവും അന്തരീക്ഷ മധ്യാന്തർഭാഗേ ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും ഇത്തരം വിഷ്ടവങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാലം. മേഷേ ഇഷേ സമമായി വരും അഹോരാത്രം വൃഷഭാദികളാകും അഞ്ചിലും വർദ്ധിക്കുന്നാൾ. ഇഴിയും നിശയതു പകലേറിയിടും താനും. ഇഴിയെന്ന് വെച്ചാൽ ഇടവും, ഇഴി ഇടവം അല്ലല്ലേ. മേഷേ ഇഷേ മേടവും തുലാവും. മേഷേ ഇഷ, അപ്പോൾ ഇഷം തുല മാസങ്ങളുടെ പേരാണേ. അതായത് മേഷാദവ് പകലേറിയിടും രാവും അത്ര കുറഞ്ഞു. മേടം മുതൽ ആദവ് 6 മാസം പകലേറും രാത്രി കുറയും. അവിടുന്ന് അങ്ങോട്ട് തുലാദവ് പിന്നെ രാവ് ഏറിയിടും പകലൊന്നത്ര കുറയും. ഇങ്ങനെ 6 മാസങ്ങൾ, അങ്ങനെ ഒരു കണക്ക് അച്ഛൻ പണ്ട് വായിക്കുന്ന ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെയാണ് ഈ കണക്കുകൾ. ഇത് പറഞ്ഞത് മക്കൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാകത്തില്ല, അതുകൊണ്ടാണ് ഞാനത് വായിച്ചു പോകാമെന്ന് വെച്ചത്. ഇപ്പം ഇഴിയും നിശയതു പകലേറിയിടും താനും കീടകമാദികൾ മറ്റഞ്ചിലും വർദ്ധിക്കുന്നാൾ. കീടകമാദികൾ, കീടകമാസം വൃശ്ചികം, വൃശ്ചികം തൊട്ട് മറ്റ് 5 വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അപ്പോൾ അങ്ങനെ ഉള്ളത് തിരിച്ച് ആണ്. കീടകമാദികൾ മറ്റഞ്ചിലും വർദ്ധിക്കുന്നാൾ. ഈഴഴും പകൽ കുറഞ്ഞേറുന്നു നിശാകാലം. ഈ ദൃശം ഉദിക്കയും അസ്തമിക്കയും ചെയ്യും. ആദിത്യൻ പെരുമാറും മാനസോത്തരത്തിന്മേൽ 9 കോടിക്കുമേൽ അതിൻ്റെ വട്ടം പുനർ 9 ലക്ഷം യോജനയുണ്ടു താനും. അങ്ങനെ ഇരിക്കുന്ന മാനസോത്തരഗിരിക്കങ്ങുമേൽ മുകളിൽ ദേവാലയത്തിനു നേരെ പൂർവഭാഗത്തിങ്കലുണ്ട് ഇന്ദ്രന്റെ രാജധാനി. കേവലം ദേവധാനി എന്നതിനുട നാമം. പ്രേതനാഥനു തെക്കുണ്ടല്ലോ സംയമനിയും. യാതസാമ്പതിക്കു നിമ്ളോശനി പടിഞ്ഞാറും
വടക്കു വിഭാവരി സോമന്റെ രാജധാനി. പടർച്ചയോടും നാനാഭൂതങ്ങൾ എല്ലാവർക്കും പ്രവൃത്തി നിവൃത്തി നിമിത്തങ്ങളായിട്ട് ഉദയാസ്തമയത്തോട് അർദ്ധരാത്രിയ നിത്യാദികൾ ഗതിക്കു തക്കവണ്ണം പകർന്നു കൊണ്ടതിക്രാമ്യതി സൂര്യൻ ഓരോരോ ദിക്കുതോറും രാശിചക്രത്തിൻ വേഗം ഏറി നിന്നതിനുടെ പേശലാൽ വലത്തൂടായി വരുന്നതെല്ലാടവും യാതൊരു ദിക്കിൽ ഉടൻ ഉദയം കാണാകുന്നു. നീതിയിൽ അതിൻ മറുപുറത്താം അസ്തമയം. യാതൊരിടത്തു നേരെ മധ്യാഹ്നമാകുന്നിതങ്ങതിനു നേരെ മറുപുറത്താം അർദ്ധരാത്രം. യാതൊരു നേരം സൂര്യൻ ലങ്കയിൽ ഉദിക്കുന്നു അസ്തമിക്കുന്നു സിദ്ധപുരിയിൽ. അതിന് നേരെ ഇന്ദ്രന്റെ പുരിയിൽ നിന്ന് അന്തകപുരത്തിങ്കൽ ചെന്നിടും 15 നാഴിക കൊണ്ട് സൂര്യൻ അവിടമുണ്ട് 2 കോടിയും. അനന്തരം അവനീപതേ 37 ലക്ഷവും പിന്നെ പുനരങ് 75,000 യോജനയും തനിയെ വഴിയെന്നു മനസ്സീ ധരിച്ചാലും. അതിനെ പോലെ തന്നെ വരുണപുരത്തിനു അകലമത് 15 നാഴികയാലേ വിരവോടൊത്തും വിഭാവരിക്കും. അതുപോലെ തരസാ ചെല്ലും വിഭാവരിയിൽ നിന്നു തന്നെ ക്രമമായുള്ള വഴി അകലമതു തന്നെ സമമായെത്തും 15 നാഴികയാലേ. ഔവണ്ണം തന്നെ സൂര്യചന്ദ്രാദി ഗ്രഹങ്ങളും സർവനക്ഷത്രങ്ങളും ജ്യോതിചക്രത്തിന്മേലെ ഉദിച്ചും അസ്തമിച്ചും ഇരിക്കുന്നിതോ നിത്യം. വധിച്ചുകൊള്ളുവാനറിയാവതല്ല ഇത്യാദികൾ ആദിത്യരഥത്തിനു ചക്രമാകുന്നതെല്ലാം. ആദരാൽ ഓരോരോ സംവത്സരാത്മകങ്ങൾ പോൽ താൻ അതിനച്ചുതണ്ടു മേരുതൻ മുകളിലും മാനസോത്തര ഗിരിതന്മേലും ദധാനേമി. മാരുതാശനകുലനാശനാഗ്രജൻ തന്നെ സാരഥിയാകുന്നത് ബാലഖില്യന്മാരല്ലോ. സൂക്തവാക്യങ്ങൾ കൊണ്ട് വേദാന്ത പൊരുളായ മാർത്താണ്ഡൻ തന്നെ സ്തുതിച്ചിടുന്നു നിത്യം ചെമ്മേ. ഗന്ധർവാപ്സരോ നാഗമാനിക്ക് യാതുധാന പങ്ക്തിയും ഗ്രാമണികൾ ദേവകൾ ഋഷികളും സന്തതം ഇവരേഴു കൂട്ടവും വേറെ വേറെ മാസങ്ങൾ തോറും ഭക്തിയാ സൂര്യനെ സേവിക്കുന്നു. ഉത്താനപാദൻ തൻ്റെ പുത്രനാം ധ്രുവനെയും ഉത്തമനായ മഹാമേരുവിനെയും കൂടി നിത്യവും പ്രദക്ഷിണം ചെയ്യുന്നു. രാദിത്യൻ്റെ സത്യസൽഗതി ഭേദം രാശികളെ തീർത്തിതു എങ്ങനെ വിശേഷിച്ചു വെവ്വേറെ കാണാകുന്നു. ഇങ്ങനെ പരീക്ഷത്തിൻ ചോദ്യത്തിൻ അരുൾ ചെയ്തു മംഗലാത്മാവാം നൃപതീശ്വരൻ തന്നോടേറ്റം മംഗലവാക്യം കൊണ്ട് ബാദരായണനപ്പോൾ. അന്വഹം കുലാല ചക്രത്തോടുകൂടി തിരിയുന്നൊരു പിപീലികാദികൾ തങ്ങളുടെ ഗതി വേറെ ലോകത്തന്തരത്തിങ്കലും കാണാകുന്നിതവണ്ണം ആദിത്യാദിഗ്രഹങ്ങൾ ഗതിഭേദം നക്ഷത്രരാശി അന്തരത്തിങ്കലും കാണാകുന്നു. ദിക്കുകൾ തോറും രാശിചക്രത്തിൻ വേഗത്താലേ ആദിത്യാത്മകനായ ഭഗവാനുടെ ഗതിഭേദം കൊണ്ടുണ്ടാം അഹോരാത്രാദി കാലഭേദം. അർക്കമണ്ഡലത്തിങ്കൽ നിന്ന് പിന്നെയും 1,00,000 യോജന മേലെ ചന്ദ്രൻ്റെ നടപടി. ആദിത്യനോരാണ്ടുള്ള ഗതിയെ മാസം കൊണ്ട് സാധിക്കുന്നിതു ചന്ദ്രൻ. പിതൃക്കൾക്ക് അഹോരാത്രം ഉണ്ടാവൂ പൂർവാപരപക്ഷങ്ങൾ 2 കൊണ്ടും കണ്ടാലും കാലക്രമം സൂര്യചന്ദ്രന്മാർ തമ്മിൽ. ഇക്ഷവാകാരനുടെ മണ്ഡലത്തിങ്കിൽ നിന്നു 1,00,000 യോജന മേലെ നക്ഷത്രമാർഗമെടോ. നക്ഷത്രമാർഗത്തിങ്കിൽ നിന്നു പിന്നെയും 2,00,000 യോജന മേലെ ശുക്രനെന്നറിഞ്ഞാലും. അവിടെ നിന്നു 2,00,000 യോജന മേലെ ബുധനാം ഇന്ദുപുത്രൻ. അവർക്കിരുവർക്കും ആദിത്യൻ തന്നോടൊക്കും മിക്കതും വിചാരിക്കിൽ ദീധിഗതിയെങ്കിൽ ഭേദവും ചെറുതുണ്ടാം.
സോമജങ്കേന്നു 2,00,000 യോജന മേലേ ഭൂമി നന്ദനായ ലോഹിതനവനീതും വക്രാധിഗതി ഭേദം ഇല്ലെന്നു വരുന്നാകിൽ പക്ഷങ്ങൾ 3 കൊണ്ടു രാശിയിൽ കടക്കുന്നു. മിക്കതും രക്തൻ തങ്കൽ നിന്നുടൻ പിന്നെ 2,00,000 യോജന മീതേ നിർജ്ജരാചാര്യനായ വാഗീശനോരാണ്ട് കൊണ്ടങ്ങു നീങ്ങിയിടും രാശി. ഇവിടെ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളും അതായത് ഗ്രഹങ്ങളെ പറ്റി പറയുന്നു. വാഗീശന് അതായത് ഗുരുവ് ഒരാണ്ട് ഒരു രാശിയിൽ നിന്ന് പോകുമ്പോൾ ഒരാണ്ട് 12 മാസം കൊണ്ട് ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് പോകും. മേടൻ രാശിയിൽ ഇന്ന് നിന്നാൽ 1 വർഷം കഴിഞ്ഞിട്ട് അത് മാറി ഇടവത്തിലേക്ക് പോകും. പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് മിഥുനത്തിലേക്ക് ഇങ്ങനെ കറങ്ങിപ്പോവും. അതേസമയം ഇനി ശനിയുടെ പറയുമ്പോൾ അത് 2.5 വർഷം 30 മാസം കൊണ്ടേ ഒരു രാശിയിൽ നിന്ന് മറു രാശിയിലേക്ക് പോകും. അതുകൊണ്ടാണ് 7 ശനി എന്ന് പറയുമ്പോൾ നമുക്ക് 7.5 വർഷമാണ് 3 കാലത്തിൽ. അതായത് ഇപ്പോൾ തുലാം രാശിയിലാണ് ശനി നിൽക്കുന്നെങ്കിൽ അതിൻ്റെ 12ാം രാശിയിൽ വരുമ്പോഴും ആ രാശി യഥാർത്ഥ രാശി തുലാത്തിലും പിന്നെ അടുത്ത 2ാം രാശിയിൽ ഇങ്ങനെ 3 രാശിയിൽ ശനി വരുമ്പോൾ 7.5 വർഷം കൊണ്ട് 7ാം ശനിയാണ് ഒരാൾക്ക് വരുന്നത്. അത് വളരെ ദോഷമുള്ളൊരു സമയമാണ്. അങ്ങനെ കണ്ടക ശനിക്ക് 2.5 വർഷം, അതായത് 4, 7, 10 അഷ്ടമത്തിൽ ശനി, ഇതൊക്കെ കണ്ടക ശനികളായിട്ട് വരും. 2.5 വർഷം വീതം. അതേസമയം 7.5 വർഷം എന്ന് പറഞ്ഞാൽ 3 രാശിയിൽ, അതായത് ശനി 12ലും ലഗ്നത്തിൽ 1ലും 2ലും അങ്ങനെ 3 രാശിയിലും വരുമ്പോഴാണ് 7ാം ശനി. ഇതൊക്കെ ഗ്രഹങ്ങളുടെ കാര്യങ്ങളാണ്. ഇപ്പോൾ അത് ഞാൻ പറഞ്ഞു തന്നാൽ മക്കൾക്കൊന്നും മനസ്സിലാകത്തില്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറയാത്തത്. അതുപോലെ എനിക്ക് അങ്ങനെ പറയാനുള്ളത് അറിവുമില്ല. അപ്പോൾ ഇവിടെ വാഗീശന് ഓരാണ്ട് കൊണ്ടങ്ങ് നീങ്ങിടും രാശി. ഇപ്പം ചിങ്ങമാസത്തിൽ ഇന്ന് വ്യാഴത്തിന് മാറ്റി അവിടുന്ന് അടുത്ത രാശി കന്നിയിലേക്ക് ചിങ്ങ കഴിഞ്ഞാൽ കന്നിയിലേക്ക് പോകണമെങ്കിൽ 1 വർഷം കൊണ്ടേ അത് ആ രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് വ്യാഴം മാറി നിൽക്കത്തുള്ളൂ, അവിടുന്ന് മാറുള്ളൂ. ശനിക്കാണെങ്കിൽ 30 മാസം കൊണ്ട് 2.5 വർഷം കൊണ്ടേ അടുത്ത രാശിയിലേക്ക് കടന്ന് പോകത്തുള്ളൂ. വാഗീശനോരാണ്ട് കൊണ്ടിങ്ങു നീങ്ങിയിടും രാശി ഭാഗതയാബ്ധേ പുനരവിടെ നിന്നും തഥാ കേവലം 2,00,000 യോജന മീതേ സൂര്യദേവനന്ദന ഛായാപുത്രനാകിയ കാലൻ മെവിനാൻ അവനൊരു 30 മാസം കൊണ്ട് പോയതങ്ങൊരു രാശി തന്നില്ലെന്നറിഞ്ഞാലും. ഇവിടെ അതാണ് സൂര്യദേവനന്ദനായ ഛായാപുത്രനാകിയ കാലൻ, അതായത് ശനി. ആ ശനി കാരണം അത്രമാത്രം ദോഷം തരുന്നതാണ് ഈ ശനിദേവൻ. എന്തിനാണ് ഈ ദോഷം നമുക്ക് തരുന്നതെന്നറിയാമോ? നമുക്ക് ഈ ദോഷങ്ങൾ വയ്ക്കുന്നത് നമുക്ക് എപ്പോഴും സുഖമായ ജീവിതമാണെങ്കിൽ ഈശ്വരനോടുള്ള ഒരു സ്നേഹം ഈശ്വരനിങ്ങനെ ഉണ്ടെന്ന് പോലും നമ്മൾ അറിയത്തില്ല. അതേസമയം നമുക്ക് ഈ സമയങ്ങളിൽ നമുക്ക് ദുഃഖം, അതായത് അസുഖങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരും. അപ്പോഴാണ് നമുക്ക് ഈശ്വരനിങ്ങനെ ഉണ്ടെന്നുള്ള ചിന്ത ഉണ്ടാകുന്നത്. അപ്പോൾ ഈശ്വരനെ ശരിക്കും നമ്മൾ മുറുകെ പിടിക്കാനുള്ളൊരു വേലയ്ക്കാണ് ഇത് വച്ചേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഈശ്വരനെ അറിയുന്നേ? എപ്പോഴും സുഖമാണെങ്കിൽ നമ്മൾ ഈശ്വരനെ അറിയേണ്ട കാര്യമല്ലോ ഉണ്ടോ? നേരെ അങ്ങ് ജീവിച്ച് പോയാൽ പോരെ? ഇടയ്ക്കിടയ്ക്ക് ചില കൃത്രിമങ്ങളൊക്കെ നമുക്ക് തരുമ്പോഴേ നമ്മൾ ഈശ്വരനെ അറിയത്തുള്ളൂ, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. ഇത് മനഃപൂർവ്വം ഭഗവാൻ ഇങ്ങനെ വച്ചേക്കുന്നത്. അത് ഈശ്വരന് പോലും ഉണ്ട്. അതായത് ഈ ശനിക്ക് 30 മാസം കൊണ്ടേ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് പോകത്തുള്ളതാണ് ഇവിടെ സൂര്യൻ ദേവ നന്ദന ഛായാപുത്രനാകി, അതായത് സൂര്യൻ്റെ മകനാണ് ഈ ശനി. അതാണ് സൂര്യദേവൻ്റെ നന്ദന പുത്രനായ ശനിക്കാണ് ഈ കാലമേവിനാനോ അവനൊരു 30 മാസം കൊണ്ട് പോയിതങ്ങൊരു രാശി തന്നില്ലെന്നറിഞ്ഞാലും അത് ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് പോകുന്നത്. അവങ്കൽ നിന്ന് 11 യോജന ലക്ഷം അവധി ദൂരം സപ്തർഷികൾ നിവാസകം. അവിടെ നിന്ന് 13,00,000 യോജന സവിധേ വിഷ്ണു ഭക്തൻ ധ്രുവനായുള്ള ലോകം. നമ്മൾ ധ്രുവൻ്റെ ഇത് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അവിടെ ധ്രുവൻ എന്താ ഭഗവാനോട് പ്രാർത്ഥിച്ച് വിഷ്ണു ഭഗവാനെ പ്രത്യക്ഷമാക്കിയപ്പം എല്ലാവരെയും മുകളിൽ നിന്ന് നമ്മളെയൊക്കെ കാണാൻ വേണ്ടി എത്രയും ഉച്ചത്തിൽ പോകണമെന്ന്. അതുകൊണ്ടാണ് ധ്രുവനെ അങ്ങ് നക്ഷത്രങ്ങളുടെ അങ്ങ് എത്രയോ മുകളിലേക്ക് ആക്കിയേക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അവിടെ നിന്ന് 13,00,000 യോജന സവിധേ വിഷ്ണു ഭക്തൻ, ഭഗവാന്റെ ഭക്തനാണ് ധ്രുവൻ. വിഷ്ണു ഭക്തൻ ധ്രുവനായുള്ള ലോകം, അവൻ്റെ ലോകം ജ്യോതിർഗണങ്ങളെല്ലാവർക്കും ആശ്രയമാകുന്നതെന്നറിയാധരാപതേ. നിത്യവും നിത്യവും ധാന്യങ്ങളെ തിരിക്കും പശുക്കൾക്ക് സ്വസ്വമാം തിരി കുറ്റി ആശ്രയമെന്ന പോലെ അർക്കമണ്ഡലത്തിങ്കൽ നിന്നൊരു
35 ലക്ഷം യോജന മേലെ നിശ്ചയം ധ്രുവലോകം. കേൾക്കടോ പിന്നെ ജ്യോതിചക്രങ്ങളൊക്കെ സർവസാക്ഷിയാം ഭഗവാന്റെ യോഗധാരണാത്മകം. സൂക്ഷ്മകനായ ശിംശുമാരൻ്റെ ശരീരൈക മൂർത്തിങ്കലും പോലെന്നല്ലോ കേട്ടിരിക്കുന്നു. ശിംശുമാരൻ്റെ പുച്ഛാഗ്രത്തിങ്കൽ ധ്രുവനല്ലോ സംശയം പ്രജാപതി വന്യം ഇന്ദ്രൻ ധർമ്മൻ എന്നിവരെല്ലാം ക്രമാൽ മേൽപോട്ട് വാൽമേൽ തന്നെ സന്നിധാനത്തെ ചെയ്തിടുന്നിതു സദാകാലം. ധാതാവും വിധാതാവും പുച്ഛമൂലത്തിങ്കിലും പ്രീതരായിരുന്നരുളിയിടുന്നു നിരന്തരം. മധ്യദേശത്തിങ്കലാകുന്നു പോലനുദിനം. സപ്തമാമുനിവരന്മാരധിവാസം നിത്യം. 2 തോളിലുമൊക്കെ മിക്കതും നക്ഷത്രങ്ങൾ ഉണ്ടുപോൽ ഉദരത്തിലാകാശ തടിനിയും. ഉത്തരോഷ്ടത്തിങ്കലങ് അഗസ്ത്യൻ താനും പുനരിത്തരം അധരോഷ്ടത്തിങ്കലായമന്താനും. മുഖത്ത് ഭൂമിപുത്രൻ ഉപസ്ഥേ ശനിയും പിൻകഴുത്തിൽ ബൃഹസ്പതി മാറത്തു ദിവാകരൻ. ഹൃദയത്തിങ്കൽ വിഷ്ണു മാനസത്തിങ്കൽ ചന്ദ്രൻ സതതം നാഭൗ ശുക്രൻ പ്രാണങ്കൽ ബുധൻ താനും. നിശ്ചയം കഴുത്തിൽ പോൽ നിൽപ്പതു സുർഭാനുവും. അശ്വിനി ദേവകൾ പോൽ ഓരോരോ മുലകളിൽ. രാഹുകേതുക്കൾ സമസ്താംഗങ്ങളിലുമെല്ലാം. ജ്യോതിസുകളും മറ്റേതൊക്കെ രോമങ്ങൾ തോറും. ഇച്ചൊന്ന ഭഗവാന്റെ സർവദേവതാമയം നിശ്ചയമായ രൂപം ധ്യാനിച്ചാൽ പാപക്ഷയം. ഈ ശരീരത്തിലെല്ലാം നമ്മൾ ഈ ഗ്രഹങ്ങളെ വെച്ച് പ്രാർത്ഥിച്ച് ഭഗവാനെ അത്രത്തോളം ധ്യാനിക്കുമ്പോൾ പാപക്ഷയം ഉണ്ടാവും. നമ്മുടെ പാപങ്ങളെല്ലാം പോകും. എൻ്റെ അച്ഛൻ ഈ ഗ്രഹങ്ങളെല്ലാം രാവിലെ 5 മണിക്ക് എണീച്ച് കുളിച്ചോണം. കുളിച്ചിട്ട് ഗ്രഹനില വരുത്തുന്ന ഒരു പീഠമുണ്ട്. അതിൽ 12 രാശിയൊക്കെ അതിൽ തന്നെ ഇങ്ങനെ വെട്ടിയിട്ടേക്കുക. നമ്മൾ ചോക്ക് വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ വരച്ചാൽ മതി. അങ്ങനെ വരച്ചിട്ട് അന്നുള്ള രാശിയിലെല്ലാം ഗ്രഹങ്ങളെ വരുത്തിയിട്ട് അതിന് സ്തോത്രമുണ്ട്, അതിൻ്റെ സ്തുതിപ്പുണ്ട്. ഓം ജവാ കുസുമ സങ്കാശം കാശവേയം മഹാദ്യുതി, അങ്ങനൊരു സ്തുതിപ്പുണ്ട്. ഈ ഗ്രഹങ്ങളെല്ലാം നമ്മൾ സ്തുതിച്ചിട്ട് പിന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഓം ആധാരപ്രഥമേ സഹസ്രകിരണൻ തരാധിപൻ സ്വാശ്രയേ മാഹേയൻ മണിപൂരകേ ഹൃതിബുധൻ കണ്ഠേച വാചസ്പതി ഭ്രൂമധ്യേ ഭൃഗുനന്ദനൻ ദിനമണിം പുത്രൻ ത്രികൂടസ്ഥലെ നാഡീമർമ്മസു രാഹുകേതു ഉളികം നിത്യം നമമ്യായിഷ എന്ന് നമ്മളിതിനെ നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് ഈ ഗ്രഹങ്ങളെല്ലാം ഉണ്ട്. ആധാരത്തിൽ ആദിത്യൻ, പിന്നെ സ്വാശ്രയ അതായത് അതിൻ്റെ മുകളിലായിട്ട് ചന്ദ്രൻ, മണിപൂരകത്തിൽ ചൊവ്വ, പിന്നെ ബുധൻ, ഹൃദയത്തിൽ കണ്ഠത്തിൽ ഗുരു, പിന്നെ പുരികമധ്യത്തിൽ ഭ്രൂമധ്യത്തിൽ എന്താ ശുക്രൻ, ദിനമണി പുത്രൻ ത്രികൂടസ്ഥലത്തിൽ അവിടെ തലയുടെ ഉച്ചഭാഗത്ത് ദിനമണി പുത്രച്ച ആദിത്യൻ്റെ മകനായ ശനി. പിന്നെ രാഹുകേതുക്കളെല്ലാം നാഡികളിലെല്ലാം നമ്മൾ ഇടാപിങ്കല നാഡികളിലെല്ലാം തന്നെ രാഹുവും കേതും. അത് ഗുണനമായിട്ട് ഓരോ കൈയുടെ തോളിൽ നിന്ന് വയറ്റോട് വരച്ച് നമ്മൾ ഗുണനചിഹ്നം പോലെ വലത്തെ കാലിലോട്ടും വലത്തെ കയ്യിൽ നിന്ന് ഇടത്തെ കാലിലോട്ടും ഗുണനം പോലെ ഇരിക്കുക. അങ്ങനെ ആണ് ഈ നാഡികൾ. അവിടെ അതിലെല്ലാം രാഹുവും കേതുവും, മർമ്മങ്ങളിലെല്ലാം എന്താ പറയുക ഗുളികനും. ഇങ്ങനെ അന്നന്ന് ഇതെല്ലാം ധ്യാനിക്കണമായിരുന്നു. ഇതൊക്കെ തന്നെയാണ് അച്ഛൻ്റെ നമുക്ക് രാവിലെ തരുന്ന. എന്നിട്ട് കുറേ ധ്യാനവും പൂജയും ഒക്കെ ഉണ്ട്. മിക്കവാറും പൂജകളും ഉണ്ട് ചില ദിവസങ്ങളിൽ. അത് അന്നൊക്കെ അങ്ങ് പറയുമ്പം ചെയ്യുന്നതല്ലാതെ ഒന്നും അറിഞ്ഞൊന്നും അല്ല അതൊന്നും ചെയ്യുന്നത്. എത്ര വയസ്സുണ്ടെന്ന് 7-8 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ 12 എങ്ങാണ്ടായപ്പം 13 പഠിത്തവും നിർത്തി പിന്നെ തയ്യലിനൊക്കെ പോയി പഠിക്കാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ഇത് വിട്ടൊക്കെ പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന് ജാതകം എഴുതണമായിരുന്നു. അച്ഛന് കാഴ്ച ഇല്ലാത്തതുകൊണ്ട് കാഴ്ച അങ്ങ് കുറഞ്ഞു. എനിക്കൊരു 10 വയസ്സൊക്കെ ഉള്ളപ്പോൾ അച്ഛൻ വായിക്കും കണ്ണാടിച്ചു. പക്ഷെ പിന്നെ പെട്ടെന്ന് അതങ്ങ് നിന്ന് തിമിരം വേണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാം ഞാൻ തന്നെ എഴുതണമായിരുന്നു. ജാതകം ഉരുട്ടി അങ്ങ് എഴുതും. അക്ഷരത്തെറ്റുണ്ടാവത്തില്ല. അന്നേ അക്ഷരത്തെറ്റില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അങ്ങ് വായിക്കാൻ പഠിച്ചത്. അല്ലെങ്കിൽ പിന്നെ പറ്റൂ. അതുകൊണ്ട് അച്ഛൻ്റെ കണക്ക് എഴുതാനൊന്നും അച്ഛൻ ഒരു കൂട്ടക്ഷരങ്ങളാണ് ഇടുന്നത്. ജ്യോത്സ്യന്മാർ എഴുതണ കണക്ക്. അച്ഛൻ ജ്യോത്സ്യം പഠിച്ചെന്നേ ഉള്ളൂ, കണിയാനല്ല. അച്ഛൻ എന്തുവാ പിന്നെ ചങ്ങനാശ്ശേരിയിൽ പായിപ്പാടൊക്കെ ഈ കളരി 10-18 ശിഷ്യന്മാരായിട്ട് കളരി പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു കണിയാൻ ജ്യോത്സ്യൻ്റെ മകൻ
ഇങ്ങനെ ഈ കളരി പഠിക്കാൻ വന്നപ്പോൾ ആ പിതാവ് അച്ഛനെ ജ്യോത്സ്യം പഠിപ്പിച്ചു കൊടുത്ത്. അങ്ങനെ കിട്ടിയതാ. അച്ഛൻ എല്ലായിടത്തും ഈ കളരി അച്ഛൻ്റെ കുടുംബം ചേർത്തല്ലേ അവിടെ എല്ലാവരും കളരി ആശാന്മാരാ. മർമാണിയും കളരിയും പിന്നെ അല്ലാതെ തന്നെ യോഗാഭ്യാസം എത്രയോ ആസനങ്ങളും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ സമാധിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം പഠിച്ചതുകൊണ്ട് എന്നെ ഇങ്ങനെയൊക്കെ കൊട്ടുനാളിലെ പഠിത്തമൊക്കെ നിർത്തിയത് ഇതാ കാരണം. കാഴ്ച കുറഞ്ഞു പോയി. നമുക്കിനി ഇനി കുറച്ചുകൂടെ വായിക്കാൻ ഇതിലില്ല, ഇത് തീർന്ന്. ഇനി ചതുർദശ ലോകവൃത്തം അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അന്നന്ന് നമുക്ക് ഗ്രഹങ്ങളെ അന്നന്ന് നമ്മൾ എന്നും ഇതിനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് കുറച്ച് നന്മയും ഇതിപ്പോൾ ഉണ്ടോ പാപക്ഷയം ഇച്ചെന്ന ഭഗവാന്റെ സർവ്വദേവതാമയം. ഇത് ഈശ്വരൻ തന്നെയാണ് ഇതിലെല്ലാം നിറഞ്ഞിരിക്കുന്നത്, ഈ ഗ്രഹങ്ങളിലെല്ലാം. അപ്പോൾ അത് ഏകമായ ദൈവം തന്നെയാണ്. പക്ഷേ ഈശ്വരനും ഉണ്ട് ഈ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ. അപ്പം നമ്മളിതെല്ലാം ഉൾക്കൊണ്ട് ആ ഗ്രഹങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുമ്പോൾ എന്തു വരും? ഇച്ചെന്ന ഭഗവാന്റെ സർവ്വദേവതാമയം നിശ്ചയമായ രൂപം ധ്യാനിച്ചാൽ പാപക്ഷയം, ഈ പാപങ്ങളെല്ലാം ക്ഷയിച്ചു പോകും. എല്ലാ പാപവും ക്ഷയിക്കും. ഈശ്വരാരാധന ഉണ്ടെങ്കിൽ മാത്രമേ പാപങ്ങൾ മാറുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും വായിക്കാതെ ഇടയ്ക്ക് ഇത് ഭക്തി വരത്തില്ല എന്ന് പറഞ്ഞ് പോയാൽ നമ്മളിത് കളയാൻ പറ്റുമോ? നമുക്ക് ഇതും വായിച്ച് പോകണ്ടേ? തീർത്ത് വായിക്കുമ്പോൾ എല്ലാം തീർത്ത് വായിക്കണ്ടേ? എനിക്ക് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ടൊന്ന് വിട്ടു. കാരണം എനിക്ക് ഒട്ടും ഇത് വായിക്കാൻ അറിയില്ലായിരുന്നു. അന്നൊന്ന് വായിച്ചുകൊണ്ട് ഇന്ന് ഇത്രയൊക്കെ വായിച്ചു. അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഞാനൊന്നും വായിച്ചിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.